ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാടത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ മീൻ പിടിക്കാൻ വന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മീൻ പിടിക്കാൻ പോവാം. ഇവിടെയൊക്കെ നിറച്ചും വെള്ളമായിട്ടോ ഗൈസ്. വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് വെള്ളമില്ലാണ്ടിരുന്നതാണ്. ഇപ്പം ഇതിൻ്റെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ വെള്ളം. പക്ഷെ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേക്കാണ്. മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടം വരെ നിറച്ചും വെള്ളമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അവിടെ നിന്ന് തന്നെ വെള്ളമൊക്കെ ഈ തോട്ടിലോട്ടുണ്ടോ ഗൈസ് പോണേ. എൻ്റെ അപ്പൂപ്പനെ അവിടെ ഇന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പം മീൻ പിടിക്കുന്ന വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്തൊരു സാധനം കഴിഞ്ഞു കൊണ്ടിട്ടാ ഉണ്ടോ ഗൈസ്. ഗൈസ് എന്നാട്ടോ ഗൈസ് ആ പാടം ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവിടെ ഉണ്ടോ ഗൈസ്. അപ്പം മഴ നല്ലോണം പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിലോട്ട് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. കണ്ടോ മഴത്തുള്ളികൾ വീഴണത്. ചാറ്റൽ മഴയുണ്ട് കേട്ടോ ഗൈസ്. കുടയൊക്കെ എടുത്തുണ്ട്. ഇത് നോക്കിയേ ഗൈസ്, നിറച്ചും വെള്ളമാണ്. നമുക്ക് എന്തായാലും അച്ചാച്ചൻ്റെ അടുത്തോട്ട് പോവാം കേട്ടോ ഗൈസ്. അവിടെ ഉണ്ടോ ഗൈസ് നമ്മൾ അച്ചാച്ചൻ മീൻ പിടിക്കണം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചാച്ചൻ അങ്ങോട്ട് പോകണ്ട ഗൈസ്. അച്ചാച്ചൻ എന്നിട്ടാ വിളിക്കണേ ഗൈസ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അച്ചാച്ചൻ്റെ സൈക്കിള്. ഇതിവിടെ മീൻ പിടിക്കാൻ വന്നതാണ് കേട്ടോ ഗൈസ്. ഒരു 2 പരലിനെ കിട്ടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് കുളത്തിട്ടാണെങ്കിൽ ബ്രാലിനെ കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ നിറച്ചും വെള്ളമാണ് കേട്ടോ. ഗൈസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണ്ട. നേരത്തെ ഒരു കൊത്തുകൊത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഭയങ്കര ഒഴുക്കുള്ളതുകൊണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ. ഗൈസ് ഇപ്പോൾ പറഞ്ഞാൽ കൊത്തിയിട്ടെ ഇര കൊണ്ടുപോയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ എവിടെയോ, അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് എവിടെയോ മീനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അച്ഛൻ ഇര കൊത്തിയിടാൻ പോയുണ്ട്, എടുക്കാൻ പോയുണ്ട്. അത് ഈ ഭാഗത്തായിട്ട് മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇട്ട് നോക്കണം കേട്ടോ ഗൈസ്. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ ഗൈസ്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. അവിടെ നിന്ന് തുടങ്ങി നല്ല സ്പീഡിൽ കുത്തി ഒഴുകാണ് കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് പോയിട്ട് അങ്ങോട്ട് പോട്ടെ ഈ തോട്. ഇവിടെ എന്തായാലും കുളിക്കാനൊന്നും പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചേച്ചനെ അവിടെ കൊത്തിയിട്ടിട്ട് നോക്കാം കേട്ടോ ഗൈസ്. എന്തായാലും അങ്ങോട്ട് പോവാം കേട്ടോ ഗൈസ്. പിന്നെ ഒരു ഇര പോയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിനി ഞാഞ്ഞൂളിനെ കൊത്തിയിടാൻ പോകാം. ഇത്ര നേരം നമ്മൾ മൈദ കേട്ടോ ഗൈസ് കൊത്തിയിട്ടെ. ഞാഞ്ഞൂളിനെ കൊത്തിയിട്ട് കിട്ടുമോ നോക്കാം ഗൈസ്. ഏതൊരു മീൻ നമ്മളിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഗൈസ്. അല്ല 3ാമത്തെ പ്രാവശ്യമാണ്, അല്ല 2ാമത്തെ പ്രാവശ്യം തന്നെയാണ് ഈ മീൻ കൊത്തിക്കൊണ്ട് പോണേ ഇരേനെ ഗൈസ്. അങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഏതാ മീൻ? പരലാണ് കേട്ടോ ഗൈസ്. നല്ല സെറ്റ് പരലിന് കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഇവനായിട്ട് കളിപ്പിക്കുന്നത് നമ്മളെ. അവസാനം നമുക്ക് കിട്ടി. ഇന്ന് കൊത്തിയിടാനുള്ള ഒരെണ്ണം ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടി കിട്ടുകയാണെങ്കിൽ പോവാം. ഇനി നമുക്ക് അടുത്തര കൊത്തിയിടാം ഗൈസ്. ഇപ്പോഴാണ് ഒരു ഉഷാറായപ്പോൾ നമുക്കൊരു മീൻ കൊത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് പോകാമെന്നാണ് പറഞ്ഞേ. അപ്പോൾ ആ ഒരെണ്ണം കൂടി കൊത്തിയിട്ടിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊത്തിയിട്ടാൽ ഒരു ബ്രാലിനെ കിട്ടുകയാണെങ്കിൽ, ഒരു അച്ചാച്ചൻ പറഞ്ഞത് വലിയൊരു ബ്രാല് അവിടെ കറങ്ങി കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കൊത്തിയിട്ടിട്ട് പോയി നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ബ്രാലിനെ കിട്ടും കേട്ടോ ഗൈസ്. അധികം വൈകാണ്ട് തന്നെ ഒരു മീനും കൂടി കിട്ടും കേട്ടോ ഗൈസ്. ഇപ്പോൾ ഒരെണ്ണം തന്നെ കൊത്തിയുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഗൈസ്. ഇപ്പോൾ അടുത്ത മീനെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കേണ്ടതാണ് ഗൈസ്. നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ ഗൈസ്. ഇവിടെ മീൻ അടിക്കുന്നുണ്ട്, കിട്ടുമോ നോക്കാം.
പക്ഷേ ഗൈസ് ഇപ്പം തന്നെ കിട്ടാൻ പോയതാണ്ട ഗൈസ്, പക്ഷെ മിസ്സായി. ശേ എര പോയാ എര ഇത്തിരി കോളം കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം തന്നെ മിക്കവാറും ഒരെണ്ണം അടിക്കും കേട്ടോ ഗൈസ്. ഇപ്പം തന്നെ അവിടെ നീങ്ങിക്കും, ഇല്ലെങ്കിൽ ആ മീൻ വന്ന് അടിക്കും ചിലപ്പോൾ. ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ വരുമ്പേ ഞാൻ അങ്ങോട്ട് ഇപ്പം നീങ്ങിക്കാം, കിട്ടുമോ നോക്കട്ടെ. മിക്കവാറും ഇപ്പം അടിക്കാൻ സാധ്യതയുണ്ട്. അവൻ ആ സൈഡിലായിട്ടുണ്ട്. അവൻ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ട് നോക്കാം. കിട്ടിയാ? ഓ ഗൈസ് അതും പോയി. രക്ഷയില്ല ഗൈസ്. എനിക്കിനി അപ്പത്തോട്ട് തന്നെ ഇടാം. എര പോയി ഗൈസ്. നമുക്ക് എന്തായാലും ഇനി കൊത്തി കിട്ടണം. ഇല്ലട്ടോ ഗൈസ്, എര പോയതല്ല, അവിടെ ഇട്ടാണ്. ഈ പെട്ടെന്ന് ഇത് ഈ പൈപ്പിൻ്റെ ചവിട്ടിന്നുണ്ടോ ഗൈസ്. നമുക്ക് നേരത്തെ പറഞ്ഞടിച്ച് ഇടാനായിട്ട് വല പഴയതാണ് കേട്ടോ ഗൈസ്. ഇത് കുറേ നാളായിട്ട് ഇവിടെ തന്നെ ഉള്ള വലയുണ്ട്. ഇത്ര വലയുണ്ടോ. ഓ ഗൈസ് ജസ്റ്റ് മിസ്. നിങ്ങൾ ലൈവായിട്ട് കണ്ടില്ല ഗൈസ്. ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയില്ലേ? കൊത്തിയതായിരുന്നു, പക്ഷേ മിസ്ഡ്. ഇവിടെ ഉണ്ട്. ഇപ്പം മിക്കവാറും കൊത്താനുള്ള സാധ്യത. തൊണ്ണൂറ് ശതമാനം കൊത്താനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഗൈസ്. കുത്തി ഓഹ് ഇല്ല ഗൈസ്, അതും പോയിട്ടാ. അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. സെറ്റ് സാധനം അവിടെ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് സൈബണ. ശേ ഗൈസ് കിട്ടായിരിക്കും കേട്ടോ ഗൈസ്. എന്തായാലും അവിടെ ആയിട്ടൊരു ഈ പരിസരത്തായിട്ടൊരു സാധനം ഉണ്ട് എന്തായാലും ഉറപ്പാണ്. അവിടെ വരെ കൊത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ് ഇടാൻ കേട്ടോ ഗൈസ്. ഈ പരിസരത്തായിട്ട് നല്ലവണ്ണം എന്തായാലും ഒരു സാധനമുണ്ട്. നമുക്ക് ഒരെണ്ണം കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ ആ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. കരിമീൻ ദേ ഗൈസ് അവിടെ ഒരു പാമ്പിനെ കണ്ട ഗൈസ്. തവളേനെ പിടിക്കാൻ പോണതാണെന്നാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. അളയിലൊക്കെ കയറി നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഗൈസ് ദേ ആ അളയിലോട്ട് കയറി പോയിട്ടുണ്ട്. മിക്കവാറും എന്തിനെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഗൈസ് ഇവിടെ ആയിട്ട് ഒരു തോടുണ്ട് കേട്ടോ ഗൈസ്. അതൊന്നും നമുക്ക് പോയിട്ട് കാണിച്ചു തരാം. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. സസ്പെൻസ് ആവട്ടെ ഗൈസ്. നോക്കിയ ഗൈസ് അവിടെ നിന്ന് ഇത്ര ഒന്നും വെള്ളം ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. കുറച്ച് വെള്ളം ഉണ്ടാങ്ങി. എൻ്റെ കൈൻ്റെ ഏകദേശം ഇത്രയും വെള്ളം ഉണ്ടാവും. അല്ല ഈ എൻ്റെ ഒരു കൈപ്പത്തിൻ്റെ എത്രയും വെള്ളം ഉണ്ടാവും മിക്കവാറും. പക്ഷെ ഇത് നിറഞ്ഞൊഴുകാണ് കേട്ടോ ഗൈസ്. സെറ്റാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയില്ല കേട്ടോ. ശരിക്കും യൂട്യൂബേഴ്സ് അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ
ഇപ്പം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. സിറ്റാണ് കേട്ടോ ഗൈസ് ഇവിടെ. ഏതാ വൈബ്. നമുക്ക് എന്തായാലും തിരിച്ചങ്ങോട്ട് പോകാം കേട്ടോ ഗൈസ്.